കുടിശ്ശിക തന്നില്ല എന്നുണ്ടെങ്കിൽ ആശുപത്രിയിലെ സ്റ്റോക്കുള്ള ഉപകരണങ്ങൾ അത് പിൻവലിക്കുമെന്ന് വിതരണക്കാരുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. കുടിശ്ശിക കൊടുക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പ്. എന്തവസ്ഥയായില്ലേ, 3 ദിവസം കൂടിയാണ് സമയം ആവശ്യപ്പെട്ടത്. 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് നൽകാനുള്ളത്. എത്ര വലിയ തുകയാണ്. ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇംതിയാസ്, പലപ്പോഴും ഈ ഉപകരണങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നതാണ്. അതിനൊക്കെ പരിഹാരമുണ്ടാക്കി മുന്നിലേക്ക് പോവുകയല്ലേ വേണ്ട. നോക്കൂ, 158 കോടി രൂപ എന്ന് പറയുന്നത് ചെറിയൊരു തുകയിൽ ഇത്രയും വലിയ തുക കൊടുത്തിട്ടില്ല. അവരുടെ ഒരു ഭീഷണി വരികയാണ്, ഞങ്ങൾ തിരികെ കൊണ്ടുപോകും. പ്രതിസന്ധി കൂടുന്നതേ ഉള്ളൂ. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. പൂജ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും കുറെ കാലമായിട്ട് ഹൃദയ ശസ്ത്രക്രിയക്കുള്ള ചികിത്സയ്ക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും എത്തുന്നുണ്ട്. അതൊക്കെ പക്ഷെ അങ്ങനെ എത്തുമ്പോഴൊക്കെ വലിയ രീതിയിലുള്ള ഒരു കുടിശ്ശിക അവിടെ ബാക്കിയാവുന്നു. 158 കോടിയോളം രൂപയാണ് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളും ചേർത്ത് ഇപ്പോൾ വിതരണക്കാർക്ക് ആൻജിയോപ്ലാസ്റ്റിക് അടക്കം ഉപകരണം എത്തിക്കുന്ന ആളുകൾക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ് കാര്യം. ഇതേ തുടർന്ന് അവരൊരു സമരത്തിൽ ഏർപ്പെട്ടിരുന്നു. ആ സമരത്തെ തുടർന്ന് സ്റ്റോക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കും ആശുപത്രികളിലേക്കുമൊക്കെ ഈ ഉപകരണങ്ങൾ, സ്റ്റെന്റ്, വയർ, ബലൂൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കുടിശ്ശിക തീർത്താൽ, പകുതിയെങ്കിലും തീർത്താൽ ഞങ്ങൾ വീണ്ടും ഉപകരണങ്ങൾ നൽകാമെന്നതായിരുന്നു ഈ വിതരണക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു രീതി. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവർ മീറ്റിംഗ് ഒക്കെ ചേർന്ന് ഇന്ന് ഞായറാഴ്ച ഇതിൻ്റെ മുഴുവൻ പണവും തിരിച്ചു നൽകാം, കുടിശ്ശിക തീർക്കാം എന്നുള്ളതായിരുന്നു ആരോഗ്യ വകുപ്പിൽ നിന്ന് വിതരണക്കാർക്കുണ്ടായിരുന്ന നിർദ്ദേശം. അത് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സ്റ്റോക്ക് പിൻവലിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നേ ദിവസം ഇവർക്ക് പണം നൽകാൻ, സർക്കാരിന് പണം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേ തുടർന്ന് DMEയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒരു യോഗം വിതരണക്കാരുമായി ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് 3 ദിവസം കൂടെ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് വിതരണക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരുന്ന ബുധനാഴ്ചക്കകം കുടിശ്ശിക തീർത്തും നൽകാമെന്നുള്ള വാക്കാണ് സർക്കാർ ഇപ്പോൾ വിതരണക്കാർക്ക് നൽകിയിരിക്കുന്നത്. ബുധനാഴ്ചക്കകം പണം തിരികെ നൽകണം എന്നാണ് വിതരണക്കാർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഉപകരണങ്ങളെല്ലാം തിരിച്ചെടുക്കും. നമ്മുടെ ആരോഗ്യ മേഖലയെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രതിസന്ധിയൊക്കെ തീർത്ത് കൃത്യമായിട്ട് മുന്നിലേക്ക് പോകണ്ടേ? ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്.